ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് തൊണ്ടൻ്റെ വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്ലാസ് ബൗളിൻ്റെ മേക്ക് ഓവർ ആയിട്ടാണ്. ഇത് ഞങ്ങൾ മീൻ വളർത്തലുണ്ടീനും കുറച്ച് കാലം. അപ്പോൾ മേടിച്ചൊരു ഗ്ലാസ് ബൗളിനും പിന്നെ എന്തോന്നറിയില്ല, ആ മീനൊക്കെ ചത്തുപോയി. അതിനുശേഷം അമ്മ ഇതിലെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി പ്ലാന്റ് ഇട്ട് വെക്കാൻ തുടങ്ങി. മണി പ്ലാന്റ് ഇട്ടിട്ട് ഹോളിൽ ടേബിൾ മേലെ വെച്ച്. അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിനൊന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കിയാലോ. പെയിൻ്റ് അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായി പെയിൻ്റ് അടിക്കുന്നൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ട്രൈ ആണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബൗൾസൊക്കെ പെയിൻ്റ് അടിക്കാൻ ട്രൈ ചെയ്യലുണ്ട്. ചിലതൊക്കെ നന്നാവും, ചിലതൊക്കെ കൊളാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടും ടേബിളൊക്കെ മൊത്തം അലങ്കോലമായി കിടക്കുന്നുണ്ടാണ് കേട്ടോ ഞാൻ നിലത്ത് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ട്, ഇത് ഫാബ്രിക് പെയിൻ്റാണ്. ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ കുറച്ച് ഇത് വരച്ചു കൊടുക്കുന്നുണ്ട്. അതൊരു ഇല പോലെയാണ് വരക്കുന്നത് കേട്ടോ. അതിങ്ങനെ ഇല പോലെ നമ്മളെ ഗ്ലാസ് ബൗളിന് ചുറ്റും ഇങ്ങനെ വരച്ചു കൊടുക്കും. പിന്നെ ഗൈസ്, ഞാനൊരു ഗിവ് അവേൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആകെപ്പാടെ 2 ആളാണ് കമൻ്റ് ഇട്ടത്. ആ രണ്ടാമത്തെ ചാനൽ എൻ്റെ ചാനലല്ല, ഞാനിങ്ങനെ ആദ്യമായിട്ട് തുടങ്ങിയൊരു ചാനലായിരുന്നു അത്. അപ്പോൾ അതിൽ നിങ്ങൾ ആരും കമൻ്റ് ഇടാതെ കണ്ടപ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാ. എന്നിട്ട് ആരും ഒന്നും ഇട്ടിട്ടില്ല. ആ റൂബി ആൻഡ് എമറാൾഡ് എൻ്റെ പണ്ടത്തെ ഒരു ചാനലാണ് കേട്ടോ. അപ്പോൾ അതിനെ നമുക്ക് വിന്നറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൂടാണ്ട് ഞങ്ങൾ യൂട്യൂബിൽ ആ വീഡിയോയിൽ കമൻ്റ് ഇട്ടത് വേറൊരു സായു ഷോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്വാഭാവികമായിട്ട് നമ്മളെ ഇതിൻ്റെ വിന്നർ ഓറാണ്. ഈ സായു ഷോർട്സ് എന്ന് പറയുന്ന ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ വീഡിയോനൊന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ പറഞ്ഞു തന്നത് ഇതാ, നമ്മുടെ ഗ്ലാസ് ബൗളിന് പച്ച ഇതൊക്കെ കൊടുത്തതിന് ശേഷം ചെറിയൊരു ലാവൻഡറാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വയലറ്റ് കളർ വെച്ചിട്ട് ആ ലാവൻഡറൊക്കെ ഇതാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ച് പെയിൻറ്റും കൂടി എടുക്കുന്നുണ്ട്. ആ ലാവൻഡർ ഫ്ലവർ ഇല്ലേ, അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയത്. വലിയ രസമൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് ചെയ്തതാണ്. ഇത് എന്നിട്ട് ഞാൻ ലാസ്റ്റ് പെയിൻറ്റ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വാർണിഷ് അടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വാർണിഷ് വെടക്കായി. വെടക്കായി മീൻസ് ഞാൻ ഉപയോഗിച്ചിരുന്ന വാർണിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോളീഷിൽ നമ്മൾ മരത്തിലൊക്കെ അടിക്കുന്ന വാർണിഷ് പോലത്തെ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതൊരു മാതിരിയുള്ള ടെക്സ്ചറായിരുന്നു അതിന്. അപ്പോൾ അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബൗളിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ